നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റ് ചെടികളെ ആശ്രയിച്ച് മറ്റ് ചെടികളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന മരവാഴയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓർക്കിഡേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം വാണ്ട റോക്സ്ബർഗി എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഗന്ധനകുലി, വൃക്ഷകദളി, വാന്തക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ തെക്കൻ ശുഷ്കവനങ്ങളിൽ ധാരാളമായി ഇവയെ കണ്ടുവരുന്നു. കൂടാതെ ബംഗാൾ, ബീഹാർ മുതൽ തിരുവിതാംകൂർ വരെയുള്ള വനങ്ങളിൽ 200 അടി വരെ ഉയരത്തിൽ ഇവ കാണപ്പെടാറുണ്ട്. ഇവയുടെ ഇലകൾ 25 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളവയും വീതി കുറഞ്ഞ് അറ്റം കൂർത്തിരിക്കുന്നവയുമാണ്. ഇലകൾ മഞ്ഞ കലർന്ന തവിട്ടുവരകളോട് കൂടിയതും പുറമെ വെള്ള നിറത്തോടു കൂടിയവയുമാണ്. 6 മുതൽ 10 വരെയുള്ള പുഷ്പങ്ങൾ 25 സെൻറ്റിമീറ്റർ വരെയുള്ള പൂക്കുലയിൽ കാണപ്പെടുന്നു. ഓരോ പൂക്കൾക്കും 2 ഇഞ്ച് വരെ വ്യാസവും ഉണ്ടാവും. ഇതിൻ്റെ ഇലയ്ക്കും കന്തത്തിനും കിഴങ്ങിനും സുഗന്ധമുള്ളതുമാണ്. കാണ്ഡം 1 മുതൽ 2 അടി വരെ ഉയരമുള്ളതും പടർന്നു പിടിക്കാൻ കഴിവുള്ളതുമാണ്. ഇതിൻ്റെ വേരുകളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്സ് വിവിധതരം തൈലങ്ങൾ ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ വേരുകൾ അർശസിനും വാതരോഗത്തിനും ശരീരത്തിലുണ്ടാകുന്ന നീരിനും വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പനി, വിട്ടുമാറാത്ത ചുമ തുടങ്ങിയവയിലും ധാരാളം ഉപയോഗിച്ചു വരുന്നു. കയ്പ് രസമുള്ള ഇതിൻ്റെ കിഴങ്ങ് തേൾവിഷത്തിൻ്റെ പ്രത്യൗഷധമായിട്ടും ഉപയോഗിച്ചു വരുന്നു. ഇലയും വേരും ഗ്രാഹ്യവുമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കും. മരവാഴ അതിൻ്റെ ഉപയോഗം വളരെ റയറാണ്, എങ്കിലും വളരെ അത്ഭുതമായ ഫലസിദ്ധികൾ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം വാതരോഗത്തിലാണ്. അതായത് നെർവസ് ടിഷ്യൂസിനെ ഇമ്പ്രൂവ് ചെയ്യുക, അതിന് വേണ്ട ഈ പോഷകം മൈക്രോ എലമെൻറ്റ്സ്, ഈ അയോണിക് സ്റ്റേജിലുള്ള അയോൺസ് കൊടുത്ത് നെർവസ് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഞരമ്പ് ക്ഷീണിച്ചുണ്ടാകുന്ന അസുഖത്തിന് ഇതിൻ്റെ കഷായം വെച്ച് അകത്തേക്കും ഇതുകൊണ്ട് ഉണ്ടാക്കിയ എണ്ണ മേലെ തേക്കാനും കൊടുക്കും. മാത്രമല്ല ഇത് സമൂലം പൊടിച്ച ഔഷധമാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കാനുള്ളൊരു ഔഷധമാണ് ഈ മരവാഴ. പിന്നെ ഈ മരവാഴയുടെ കായ ഇടിച്ചു കഴിഞ്ഞാൽ നീരെടുത്തിട്ട് ചെവി വേദനയ്ക്ക് ചെവിയിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ തലയിൽ ഈ ചെറിയ കുരുക്കളുണ്ടാകുന്ന, ഈ പ്രത്യേകിച്ച് ചൂടുകൊണ്ടൊക്കെ കുരുക്കളുണ്ടാകുമ്പോൾ ഇതിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ ആ കുരു വളരെ പെട്ടെന്ന് കുറയും.